Hello guys, welcome back to my channel. I hope you guys are doing really good. സത്യം പറഞ്ഞാൽ കുറച്ചധികം നാളായി നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇൻട്രോ ഒക്കെ പറയുമ്പോൾ ചെറിയൊരു ഒരു എന്തോ പോലെ ഒരു ഒരു വലിയൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഐ ഹോപ്പ്. സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും തന്നെ ലൈഫിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത്. ചിലരത് കുറച്ച് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്യും, ചിലർ ചിലപ്പോൾ ലേറ്റ് ആയിട്ടാവും എക്സ്പീരിയൻസ് ചെയ്യുക. എങ്ങനെ പോയാലും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കും. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു ലൈഫ് സ്റ്റൈൽ അത്ര അത്ര നല്ലതല്ല. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊട്ട് നമുക്ക് ചുറ്റുമുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ ഭയങ്കര ഒരു പൊല്യൂഷൻ നിറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ, അതായത് ഹെയർ ഫോൾ മാത്രമല്ല നമ്മളെ ഫുൾ ഹെൽത്തിനെ അത് ബാധിക്കുന്നതായിരിക്കും. ഈവൻ മെന്റൽ ഹെൽത്തിനെ വരെ അത് ബാധിക്കുന്നതായിരിക്കും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ്, അതും ഈ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. ഇപ്പോൾ ഈ PCOS അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയബറ്റീസ് അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, മെഡിക്കൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കാരണമാണ്, പുവർ ലൈഫ് സ്റ്റൈൽ കാരണമാണ് നമുക്ക് ഈ ഒരു ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഹെയർ ഫോൾ ജേർണി കഴിഞ്ഞിട്ട് നമുക്കൊരു ഹെയർ റീഗ്രോത്ത്, ഹെയർ തിരിച്ച് വളരുന്ന ഒരു ജേർണി ഉണ്ട്. അതായത് കൊഴിഞ്ഞു പോയ മുടികളൊക്കെ തിരിച്ചു വരുന്ന ആ ഒരു ബേബി ഹെയർസ് വരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമില് എന്നെ അത് വരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ് ഈസ് നൺ അതർ ദാൻ ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറയുന്നത് ഒരു വിറ്റമിൻ ബി ആണ്, ഐ മീൻ ബി വിറ്റമിൻ ആണ്. വിറ്റമിൻ B7 ആണ് കേട്ടോ ബയോട്ടിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ബയോട്ടിൻ എന്ന് പറയുന്ന വിറ്റമിൻ നമ്മുടെ ഓവറോൾ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ നെയിൽസിനും ഹെയറിനൊക്കെ ഭയങ്കര ആവശ്യമുള്ളൊരു വിറ്റമിൻ ആണ്. നമ്മുടെ ഹെയറിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാനായിട്ട്, അതായത് നമ്മുടെ ഹെയറിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കെരട്ടിൻ എന്ന് പറയുന്നത്. ഈ കെരട്ടിനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ഹെയറിനെ നല്ല സ്ട്രെങ്തൻ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ബയോട്ടിൻ എന്ന് പറയുന്നത്. സോ ഞാൻ കുറച്ചധികം നാളായിട്ട് ഇൻടേക്ക് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. കാരണം ഈ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഈ പറഞ്ഞ വിറ്റമിൻസും ന്യൂട്രിയൻസും ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സപ്ലിമെന്റ് ആയിട്ട് വേറെ എടുക്കുന്നത്. സോ ഞാൻ ഒത്തിരി ബ്രാൻഡ്സിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ ഒന്നും എനിക്ക് വർക്കായിട്ടില്ല, പക്ഷെ എനിക്ക് വളരെ കുറച്ച് ബ്രാൻഡ്സിൽ നിന്ന് മാത്രമേ വർക്കായിട്ടുള്ളൂ. ആൻഡ് അതിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു റിസൾട്ട്, അതായത് പെട്ടെന്ന് എനിക്കൊരു ചേഞ്ച് കണ്ടു തുടങ്ങിയ ഒരു ബ്രാൻഡാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സപ്ലിമെന്റ്. ഇത് വന്നിട്ട് ഷീക്ക് ന്യൂട്രിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബയോട്ടിൻ സപ്ലിമെന്റ് ആണ്. പോപ്സ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഭയങ്കര ഒരു കൂൾ നെയിം അല്ലേ, പോപ്സ്. സോ ഇതിന്റെ പേര് പോലെ തന്നെ ഇതിന്റെ പെർഫോമൻസും ഭയങ്കര കൂളാണ്. ഇത് വന്നിട്ട് ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള, ഒരു വീഗൻ ആയിട്ടുള്ള, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, സപ്ലിമെന്റ് ആണ്. ഇതിൽ സെസ്ബാനിയയുടെ എക്സ്ട്രാക്ട്സ് ഒക്കെയാണ് അവർ നാച്ചുറൽ ബയോട്ടിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ വന്നിട്ട് 10,000 മൈക്രോഗ്രാംസ് ഓഫ് ബയോട്ടിൻ ആണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഓൾസോ ഇതിൽ 7 തരം നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള 7 തരത്തിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള വിറ്റമിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്.
വരുന്നുണ്ട്. അതായത് നമ്മുടെ കെരട്ടിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ പ്രോട്ടീൻ ആണ് കെരട്ടിൻ എന്ന് പറയുന്നത്. സോ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 7 എസെൻഷ്യൽ വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. സോ ഇതിൽ മൊത്തം 30 ടാബ്ലറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതായത് 30 ദിവസം കഴിക്കാനായിട്ടാണ് 30 ടാബ്ലറ്റ്സ്, ഒരു ദിവസം ഒരു ടാബ്ലറ്റ്, ആ ഒരു രീതിയിൽ. ആൻഡ് ഇതിന്റെ ഒരു ഫോർമുല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വായിലിട്ട് നമ്മൾ വെള്ളം കുടിച്ച് ആ ഒരു രീതിയിലല്ല, സ്വാലോ ചെയ്യണ്ട, വായിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു നോക്കോളും. ആൻഡ് ഓൾസോ ഇതിൽ ഫാസ്റ്റ് മെൽറ്റ് ടെക്നോളജി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ഇത് മെൽറ്റായി പൊക്കോളും. ഇതിന്റെ ഫോർമുല അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ്, അതായത് പെട്ടെന്ന് തന്നെ നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് റിലീസായി പൊക്കോളും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ഒരു ഫ്ലേവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ലൈം, ആ ഒരു 2 ഫ്ലേവർ അല്ല, ഓറഞ്ചും ലൈമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ നാരങ്ങ മുട്ടായൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണ ഓറഞ്ച് കാൻഡീസ് ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു പ്രോഡക്റ്റിൽ എന്നെ അട്രാക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് നമുക്ക് തരുന്ന ഒരു ഫാസ്റ്റ് റിസൾട്ട്സ്, മറ്റൊന്ന് ഇതിന്റെ ഫോമുല ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വായിലിട്ട് ഇങ്ങനെ ഒരു മിഠായി കഴിക്കുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, നുണഞ്ഞ് കഴിക്കാം. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ഇതിൽ കെരട്ടിൻ ബൂസ്റ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട്, 7 എസെൻഷ്യൽ വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. ആൻഡ് അത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ്ലി എന്താ പറയാ, വീഗൻ ആയതുകൊണ്ട് തന്നെ, പ്ലാൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്റെ വയറിന് വേറെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല. ചില സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ വയറിന് അത് പിടിക്കാറില്ല. അതായത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബ്ലോട്ടഡ് ഫീലിംഗ് വരാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വയറ്റിൽ നിന്ന് പോകും, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോവാത്തൊരവസ്ഥ വരും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, സ്റ്റമക്ക് റിലേറ്റഡ് ഇഷ്യൂസ് വരാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സ്റ്റമക്ക് ഭയങ്കര എന്താ പറയുക സെൻസിറ്റീവ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇത് കഴിച്ചിട്ട് വന്നിട്ടില്ല. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു കാര്യമാണ്. എനിക്ക് എപ്പോഴും ഓരോ പുതിയ സപ്ലിമെന്റ്സ് എടുക്കുമ്പോഴും എനിക്ക് ഉള്ളൊരു പേടി അതാണ്, അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു സാധനം. അപ്പൊ ഇത് വീഗൻ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ആൻഡ് ഓൾസോ ഇതിൽ നോ ആഡഡ് ഷുഗർ, അതൊക്കെ അടിപൊളിയാണ്. കാരണം ഞാനിപ്പോ ഒരു ഡയറ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ ചെയ്യാറുള്ളത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി വീഗൻ ആണ്, വേറെ ആഡഡ് ഷുഗേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. മൊത്തത്തിൽ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, എനിക്ക് ഡാൻഡ്രഫിന്റെ പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ഡാൻഡ്രഫ് ഇച്ചിരി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓൾസോ ഇത് ഫ്രിസ് ഒക്കെ മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രിസിന്റെ കാര്യം എനിക്കറിയില്ല, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ മുടിയിൽ സിസ്റ്റീൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റീൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഫ്രിസ് കളഞ്ഞ് നല്ല ഷൈനി സ്മൂത്ത് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. സോ അത് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അതറിയാൻ പറ്റില്ലല്ലോ, എൻ്റെ മുടിയിൽ ഓൾറെഡി എൻ്റെ മുടി ഫ്രിസ് ഫ്രീ ആയിട്ട് നല്ല രസമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല രസം എന്നൊക്കെ. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഒരു ദിവസം ഒരു ടാബ്ലറ്റ് എന്നുള്ള രീതിയിലാണ് കഴിക്കേണ്ടത്. അതും ഭക്ഷണത്തിന് ശേഷമാണ് നമ്മളിത് കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കാനായിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഉച്ചക്കോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതെന്ന് മാത്രമല്ല, ഏതൊരു ബയോട്ടിൻ സപ്ലിമെന്റ്, ഏതൊരു വിറ്റമിൻ സപ്ലിമെന്റ് എടുക്കുമ്പോഴും അതിന് മുന്നേ ഫസ്റ്റ് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ അത് എടുക്കണോ എന്നുള്ളത് ഡോക്ടറിന്റെയും കൂടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഇത് ആർക്കൊക്കെ കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആണിനും പെണ്ണിനും ഒരേപോലെ കഴിക്കാവുന്നതാണ്. ഇപ്പൊ ഹെയർ ഫോൾ ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങളുടെ ഹെയർ ഒക്കെ കുഴപ്പമില്ലാണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ഹെയറിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് സേഫ് ആണ്, ഡോക്ടർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 495 റുപ്പീസ് ആണ്, 30 ടാബ്ലറ്റ് അടങ്ങുന്ന ഈ ഒരു ടബിന് കേട്ടോ. ആൻഡ് ഇത് നമുക്ക് ആമസോണിലും നൈക്കയിലും പിന്നെ ഷീക്ക് ന്യൂട്രിക്സിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ കാണുന്ന കൂപ്പൺ കോഡ് ഷീക്ക് ഹെന്ന 10 എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ 10% ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും.
സോ ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഹെയർ ഫോളിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഹെയറിന്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഡോക്ടറിന്റെ ഒരു അഡ്വൈസും കൂടെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.